ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഞാനടക്കം 6 യൂട്യൂബേഴ്സ് കൂടി ചെയ്യുന്ന ഒരു കൊലാബ് വീഡിയോ ആണ്. ഞങ്ങൾ വെജിറ്റബിൾ തീമാണ് എടുത്തേക്കുന്നത്. ബോട്ടിൽ റീയൂസ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പേരും ചാനൽ നെയിമും എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു ആക്രിലിക് ബോട്ടിലാണ്. പെയിൻറ്റ് കഴിഞ്ഞ ഒരു ആക്രിലിക് ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞൊരു വെജിറ്റബിൾ തീമാണെന്ന്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക വെജിറ്റബിളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ള സസ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് കാണാം. ഇതാ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്, മോൾഡിഡ് ക്ലേ എടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഹൈഡ്രാഞ്ചിയുടെ കുറച്ച് ലീവ്സ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലേ വർക്കിൻ്റെ ടൂൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ടാൽക്കം പൗഡറാണ്. അതുപോലെ തന്നെ മാസ്കിംഗ് ടേപ്പ്, പേപ്പർ ടേപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കത്രികയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ന്യൂസ് പേപ്പർ എടുത്ത് ഞാനിങ്ങനെ ചുരുട്ടാൻ പോവാണ് കേട്ടോ. നല്ലപോലെ ചുരുട്ടി ഒരു ബോളാക്കി എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ചുരുട്ടി ബോളാക്കി എടുക്കുക. ഞാൻ അങ്ങനെ കുറേ എണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ ഈ ആക്രിലിക് ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ബോൾസ് പോലെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോളിഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. കോളിഫ്ലവറാണ് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ പേപ്പർ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോൾഡിഡ് ക്ലേ നല്ലപോലെ പരത്തി ഈ ഒരു പേപ്പർ റോളിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ മോൾഡിറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് രണ്ട് ഹാർഡനറും അതുപോലെ തന്നെ അതിൻ്റെ തിന്നറും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. രണ്ടും ഈക്വൽ എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ആ ഒരു ഫുൾ മോൾഡിറ്റിൻ്റെ ക്ലേയും ആവശ്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് നല്ലപോലെ പരത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ നല്ലോണം പരത്തി റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആ ഒരു കോളിഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പേപ്പർ റോൾസിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഞാനതിനെ ഒട്ടിച്ച് ആ ഒരു ഷേപ്പൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ക്ലേ ടൂൾ വെച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു കോളിഫ്ലവറിൻ്റെ തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഹോൾസ് പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ടെക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലീവ്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ലീഫിൻ്റെ ഞരമ്പുകളും അതുപോലെ ആ ഒരു ശരിക്കായ ഇലയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രാഞ്ചിയുടെ ലീഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആ ലീഫിലേക്ക് നമ്മുടെ മോൾഡിറ്റ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്ത് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ്. കണ്ടോ, ഇനി വേറൊരു ലീഫ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഞരമ്പുകളും ആ ലീഫിൻ്റെ എല്ലാ ടെക്സ്ചറും ആ ഒരു മോൾഡിറ്റിലേക്ക് പകർന്നു കിട്ടും. ഇനി നമ്മളത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ആ ലീഫിൽ നിന്ന്. കണ്ടോ, ആ ഇലയുടെ വരകളൊക്കെ അതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 3-4 ലീഫ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ലീവ്സ് എടുത്തിട്ട് ആ ഒരു കോളിഫ്ലവറിനെ ഒന്ന് കവർ ചെയ്യുകയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കിതിങ്ങനെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ അടിയിലേക്ക് അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് എങ്ങനെയൊക്കെയാണ് ഈ ലീഫ് വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം ഒരു ഊഹം ഉള്ളിൽ വേണം. എന്നിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. 2 ലീഫ് ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത 3ാമത് ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ചിലത് ഓപ്പണായിട്ടും ചിലത് ഇങ്ങനെ അടഞ്ഞ രീതിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തട്ടിന് ഊന്ന് കൊടുക്കുന്ന പോലെ ഞാൻ ഊന്ന് കൊടുത്തേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഇലകളൊക്കെ വീണ് പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഊന്ന് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ബാംബൂ കളറാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ആക്ച്വൽ കളർ കിട്ടും. ഒരു ഗ്രീനിഷ് വൈറ്റ് എന്നുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളിഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് എന്താ പറയുക കളറ് വേണ്ടത്ര മിക്സ് ചെയ്ത് നോക്കണം. അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മിക്സ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഏകദേശം നോക്കിയാൽ ഈ കോളിഫ്ലവറിൻ്റെ കളർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളത് അങ്ങ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ആ കളറ് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ആ ഒരു കളറ് ഈ കോളിഫ്ലവറിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല പോലെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ചിലതൊക്കെ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു തരിതരിപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പശ തേച്ച് റവ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ശരിക്കും ആ ഒരു കോളിഫ്ലവറിൻ്റെ തരിതരിപ്പ് നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ റവ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചെറുതായി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ റവ അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. കണ്ടോ, ഇപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കളർ ചെയ്യാം. ലീഫ് കളർ ചെയ്യാനായിട്ട് ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ലീഫിന് മുഴുവനായിട്ട് നമുക്ക് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു ഭംഗി കിട്ടാനായിട്ട് ഷെയ്ഡിങ് കൊടുക്കാൻ ഒരു ലൈറ്റ് ഗ്രീൻ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സെൻറ്റർ ഭാഗത്തേക്കൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡിങ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കുകയാണ്. ഇനി ഒരു നാച്ചുറൽ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ലീഫിന് ഒരു എന്താ പറയുക ഞരമ്പുകൾക്കൊക്കെ ഒരു വൈറ്റിഷ് നേരത്തെ നമ്മൾ കോളിഫ്ലവറിന് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ഞരമ്പ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലീഫിലുള്ള ഒരു വിടവുകളും ഇടവശത്തുള്ള ഒരു എന്താ പറയുക നെർവ്സൊക്കെ വരച്ച് കൊടുത്തപ്പോൾ നോക്കി അതിനൊരു ഒറിജിനാലിറ്റി വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ കോളിഫ്ലവർ ചെയ്തെടുത്തേക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു റീയൂസ് ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടാതെ മറ്റുള്ളവരുടെ ചാനലിൽ കയറി കാണാൻ മറക്കരുത്. ഞങ്ങളെല്ലാവരും ഒരേ സമയത്താണ് വീഡിയോസ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ലിങ്ക്സ് തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വീഡിയോ പോയി കാണുക. എല്ലാവരുടെയും വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും പലതരത്തിലുള്ള വെജിറ്റബിൾസാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഞങ്ങൾ കുപ്പി വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കുറേ വെജിറ്റബിൾസിൻ്റെ തീമിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പല വെജിറ്റബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വീഡിയോയിലൂടെ ഒന്നിച്ച് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ലൈക്ക് ഷെയർ മറക്കണ്ട. അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.